ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത GCC സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ധാരാളം യൂണിവേഴ്സിറ്റികൾ അവിടെ അവൈലബിൾ ആണ്. അതിൽ ഈ പറയുന്ന നമുക്ക് ഏറ്റവും അടുപ്പുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ DMUന്റെ ഒരു ക്യാമ്പസ് ഉണ്ട്. ഡി മോൺഫോർട്ടിന്റെ ക്യാമ്പസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം താങ്കളവിടെ പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയാം. അപ്പം എനിക്കൊന്ന് മിഡിൽ സെക്സിന്റെ ഒരു ക്യാമ്പസ് അവിടെ ഉണ്ട്. ഹെരിയോ വാർഡിന്റെ ഉണ്ട്. കനേഡിയൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റികൾ അവിടെ അവൈലബിൾ ആണ്. അപ്പം ആ യൂണിവേഴ്സിറ്റികളൊക്കെ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യമല്ല കുറെ വർഷങ്ങളായിട്ടുള്ള വോളോങ്ങോങ് ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റി, കേർട്ടൺ യൂണിവേഴ്സിറ്റി, ഇതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള ഓപ്പറേഷൻസും നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ദുബായിൽ അല്ലെങ്കിൽ ഗൾഫിലുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുട്ടികളെ വിദേശത്തേക്കോ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടാതെ അവരെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ കിട്ടുവാണ്. പക്ഷേ ചില പാരന്റ്സ് വിചാരിക്കും പ്ലസ് 2 കഴിഞ്ഞതല്ല ഇനി കുട്ടികൾക്കൊന്ന് ഇൻഡിപെൻഡന്റ് ആവണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ബേസിക്കലി മറ്റുള്ള ഓപ്ഷൻസിലേക്ക് വിടുന്നതിനും ചിന്തിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്.